ഇന്ന് ഞാനേ നമ്മുടെ വീടുകളിൽ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട കടുക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെ കടുക് ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ. ഈ കാണുന്നതാണ് കടുക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വിളഞ്ഞ് നിൽക്കണ കടുകാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ വിളവ് കൂടുതൽ ഇങ്ങനെ പൊട്ടിപ്പോടാന്ന് നിൽക്കരുത്. ഇത് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുക് താഴ്ത്തു പോവും. അപ്പം നമ്മുടെ ചെയ്ത് നമുക്ക് നഷ്ടമാവും. അപ്പോൾ ഇതേമാതിരി ആകുമ്പോൾ ഉണക്കി കഞ്ഞണ്ട കടുക്. അപ്പോൾ നമുക്ക് കടുകുകൾ ഒരുവിധം മൂത്ത് നോക്കിയിട്ട് ഒരെണ്ണം പൊട്ടിച്ച് ഇങ്ങനെ പതുക്കെ നോക്കുക. കളർ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ കളർ വ്യത്യാസം ഇതേമാതിരി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ തണ്ട് അരിഞ്ഞെടുക്കുക. തണ്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഒരു മുറത്തിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിലോ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം തിരുമ്പി കഴിഞ്ഞാൽ നമുക്ക് കടുക് കിട്ടും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് വിളവെടുക്ക് നമുക്ക് ചെയ്യാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായ നമ്മൾ വിത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ കടയിൽ നിന്ന് കൊണ്ട് നമ്മൾ വീട്ടിൽ മേടിക്കുന്ന കടുക് രണ്ടെണ്ണം എടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്ത് കഴിഞ്ഞിട്ട് നിലത്ത് ഭൂമിയിൽ കണ്ടെങ്കിൽ നല്ല മണ്ണിളക്കം ആക്കിയതിന് ശേഷം അതിൻ്റെ വിതറി കൊടുക്കുക. നമ്മുടെ പയറൊക്കെ നടന്ന മാതിരി വിത്തതിന് വിതറി കൊടുക്കുക. അപ്പം മുളച്ച് വന്ന് ഒരു 15-20 ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് ചാണം വെള്ളം തെളിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചാണം ഇട്ട് കൊടുക്കുക. മണ്ണിൽ മിക്സ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ചാണാണ് ഇതിന് ഏറ്റവും നല്ല വളം. അതൊരു 3-4 പ്രാവശ്യം ഇങ്ങനെ ഇടയ്ക്ക് ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൊരു കടുകാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഒരു കടയിൽ ഇട്ട കാണണം, അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ കാണുന്നത് കംപ്ലീറ്റ് ഒരു കടയമ്മഴത്തെ കടുകാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം നടുമ്പോൾ നമ്മൾ കുറച്ച് അകലം വെച്ച് നടുക. അപ്പോൾ കടുകിന് വിസ്താരം ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ കെട്ടി വെച്ചിരിക്കുക കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വിടർന്ന് പണിക്ക് നടക്കാനായിട്ട് വഴിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കെട്ടി വെച്ചിരിക്കുകയാണ് ഇതിന്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേമാതിരി ചെയ്താൽ പിന്നെ കുഴപ്പം വരില്ല. ഇത് പൊട്ടിയിട്ട് നോക്കിയാൽ ഇത് പൊട്ടി വീണും കഴിഞ്ഞ് താഴ്ത്ത് കടാ ഇത് പൊടിച്ചു വരുന്നത്. ഇതെങ്ങനെയാണ് പൊടിച്ചു വരിക കേട്ടോ. ഈ ടൈം ആകുമ്പോൾ നമുക്ക് ഈ കടയ്ക്ക് കുറച്ച് ചാണം ഇട്ട് കഴിഞ്ഞ് മണ്ണിട്ട് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വരും. മൂത്ത കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു പാത്രത്തിലോ പനമ്പിലോ എന്തെങ്കിലും വെച്ചും കഴിഞ്ഞിട്ട് നല്ല വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ വെറുതെ ഒന്ന് തിരുമ്പിയാൽ മതി. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും നല്ല കടുക് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കടുക് കൃഷി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്കും താല്പര്യമുള്ളവർ കൃഷി ചെയ്യാൻ നോക്കുക. നല്ല വിളവെടുപ്പ് കിട്ടും. ഓക്കെ.